ഉള്ളിൽ ഇപ്പൊ ബെസ്റ്റ് ഓൺ ഫോം ടീം അത്ലറ്റിക്കോ ആണ്. എല്ലാവരും പിന്നെ ഒരേപോലെ പറഞ്ഞ സംഭവമുണ്ട്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തേർഡ് ഫിനിഷ് ആവുമെന്ന്. 11 കൊല്ലത്തില് 8 ലീഗ് ടൈറ്റിൽ എന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല. ചാമ്പ്യൻസ് ലീഗ് വിൽ കം ബാക്ക് ടു ക്യാമ്പ് നൗ. എടാ അങ്ങനെ പറഞ്ഞ് ജയിപ്പിക്കാനും വേണം ഒരു കോൺഫിഡൻസ്. അപ്പോ നമുക്കിനി കറന്റ് അഫയേഴ്സിലോട്ട് പോകാലോ. പ്രീമിയർ ലീഗ് എടുക്കാം. പ്രീമിയർ ലീഗ് ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ സീസൺ തുടങ്ങിയ സമയം ഞാൻ ആഴ്സണൽ പ്രൊഡിക്ട് ചെയ്ത്, ഇവൻ സിറ്റിയെ പ്രൊഡിക്ട് ചെയ്ത്, നീ ഏതാ പ്രൊഡിക്ട് ചെയ്ത്? ചെൽസി. എല്ലാവരും പിന്നെ ഒരേപോലെ പറഞ്ഞ സംഭവമുണ്ട്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തേർഡ് ഫിനിഷ് ആവുമെന്ന്. അത് പിന്നെ വരാം. ലിവർപൂളിന്റെ കേസ് എന്ന ടോപ്പ് 4 ഒരാളും പറഞ്ഞില്ല. പക്ഷെ നമ്മളെപ്പോഴും ചെയ്തൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ചെൽസി ഒരു സീസൺ ഉണ്ടല്ലോ, ആന്റോണിയോ കോണ്ട് കോച്ചായിട്ട് വന്നു. ഫസ്റ്റ് സീസൺ ചെൽസി കപ്പടിച്ച്, ഒരാളും പ്രതീക്ഷിച്ചില്ല. ഇതിൽ നിന്നുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ, പുതിയ കോച്ച് ഒരു പുതിയ ക്ലബിലോട്ട് വരുമ്പോൾ 2 രീതിയിൽ എഫക്ട് ചെയ്യും. ക്ലോപ്പ് പോയി കഴിഞ്ഞപ്പോൾ ആരും വിചാരിച്ചില്ല ഇത്രയൊക്കെ ഒരു എഫക്ട് ഉണ്ടാവും, ടീം സെറ്റ് ആവുന്നു. പക്ഷേ ആർനെ സ്ലോട്ട് സെറ്റ്. ക്ലോപ്പിനെക്കാളും അല്ല, ഡിഫറെന്റ് ടാക്ടിക്സ് ആണ്, ഒന്നും കൂടി എന്താ പറയാ, ഡിഫറെന്റ് ആണ്. ക്ലോപ്പിന്റെ ഒരു പാറ്റേൺ ഉണ്ടായി. ആർനെ സ്ലോട്ടിന്റെ കുറച്ചും കൂടി മിഡ്ഫീൽഡ് ഒന്നും കൂടി സെറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോ ഒരു കളി സെറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാലും ഞാൻ ചോദിക്കുന്നു. അല്ല ഒരു കളി എന്നല്ല, ഒരു സീസൺ ക്ലോപ്പിന്റെ ലിവർപൂളിനെക്കാളും ബെറ്റർ ഫോമിലാണ് ആർനെ സ്ലോട്ടിന്റെ ലിവർപൂൾ കറന്റ്ലി. യെസ്, ഐ തിങ്ക് സോ. പിന്നെ വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ, ക്ലോപ്പ് ഉള്ള സമയം ക്ലോപ്പിന് എപ്പോഴും കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഗോർഡിയോളയുടെ സിറ്റി എന്ന് പറഞ്ഞാൽ. കാരണം ഒരു സീസൺ ലിവർപൂൾ 98-96 പോയിന്റ് അടിച്ചിട്ട് പോലും കപ്പടിക്കാണ്ട് പോയി സീസൺ ഉണ്ട്. അങ്ങനെ പല സീസൺ സിറ്റി ആയിട്ട് ജസ്റ്റ് അങ്ങനെ സീസൺ ഉണ്ട്. അപ്പോൾ ക്ലോപ്പിന് അവിടെ ടഫ് കൊടുക്കാൻ ഒരാളുണ്ട്. ഇപ്പൊ ഈ സീസൺ എടുത്തു കഴിഞ്ഞാൽ ആർനെ സ്ലോട്ടിന്റെ ഒരു കോമ്പറ്റീഷൻ ഇല്ല. കഴിഞ്ഞ കൊല്ലം ആഴ്സണലും സിറ്റിയും 2 പോയിന്റിന്റെ വ്യത്യാസത്തിനായിരുന്നു. കഴിഞ്ഞ ആഴ്സണലും ഈ സീസണിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇപ്പൊ ഈ സീസൺ നമ്മൾ ഇങ്ങനെ പറയാനുണ്ട്, കഴിഞ്ഞ സീസൺ എടുത്തു കഴിഞ്ഞാൽ ലിവർപൂൾ തന്നെയായിരുന്നു ഇപ്പോ മാച്ച് ഡേ 20 കഴിയുമ്പോൾ ഫസ്റ്റ് അല്ലടാ. അപ്പോ കഴിഞ്ഞ സീസൺ ലിവർപൂള് ഫസ്റ്റ് ആയിരുന്നു. എന്നിട്ട് നമ്മൾ പറയുകയും ചെയ്ത്, ഈ പറഞ്ഞതുപോലെ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, ക്ലോപ്പിന്റെ ലാസ്റ്റ് സീസൺ ആയത് കൊണ്ട് ഒരു പക്ഷേ ലിവർപൂൾ എന്തുകൊണ്ടും പ്രീമിയർ ലീഗ് അടിക്കുമെന്ന്. കാരണം അടിച്ചില്ല, അതുകൊണ്ട് കളഞ്ഞ്. സെക്കൻഡും ആയില്ല, തേർഡായി പോയി ലിവർപൂള്. അതൊരു വലിയ സംഭവം തന്നെയാണ്. അതേപോലെ പിന്നെ ആഴ്സണലിന്റെ കേസാണ്. കഴിഞ്ഞ സീസൺ ആഴ്സണലിന്റെ ഇന്ന സ്റ്റേജ് വരെ ഫസ്റ്റ് വെക്കണായിരുന്നു, അവസാനവും കൊണ്ട് ഈ ബോട്ടിൽ ചെയ്ത്. അതേപോലെ ലിവർപൂള് ബോട്ടിൽ ചെയ്യും. ഈ പറഞ്ഞതുപോലെ ഇത് സലയുടെ ലാസ്റ്റ് സീസൺ, മോസ്റ്റ്ലി അർണോൾഡിന്റെ ഉറപ്പാണ് ലാസ്റ്റ് സീസൺ ആണെന്ന്. വാൻഡേക്കിന്റെ അറിയൂല. അപ്പോ ലിവർപൂളിന്റെ ക്ലോപ്പിന്റെ ടൈമിലുള്ള ഒരു ക്ലോപ്പറയിൽ ഉണ്ടായ 3 മെയിൻ പില്ലേഴ്സിന്റെ മോസ്റ്റ്ലി ലാസ്റ്റ് സീസൺ ആണ്. ഈ സീസണിൽ ഈ പറഞ്ഞതുപോലെ ലിവർപൂൾ ബോട്ടിൽ ചെയ്യും. പിന്നെ അത് കണ്ടു തന്നെ അറിയണം. ബോട്ടിൽ ചെയ്യാനുള്ള അവസ്ഥ എന്താ പറയുക, ചാൻസസ് കുറവാണ്. പക്ഷേ എന്നാൽ പോലും വിചാരിക്കാത്ത ടീംസ്, നോട്ടിംഗം ആരെങ്കിലും വിചാരിച്ച ജെയ്മി കാരഗർ ഉണ്ടല്ലോ, മെയിൻ ഫുട്ബോൾ പണ്ടിട്ട് എന്താ പറയാ, ഫുട്ബോൾ കലക്കി പിടിച്ച, ഇത്തവണ റെലിഗേറ്റ് ആയി പോകുന്ന ടീമാണ് നോട്ടിംഗം. എവിടെ തേർഡ് കിടക്കണ്. ഇനിയിപ്പോ എല്ലാ കളിയും തോറ്റാലും പോകില്ല. ഇനിയിപ്പോ എല്ലാ കളിയും തോറ്റാലും പോകില്ല. എങ്ങനെ പോയാൽ 40 പോയിന്റ്. പിന്നെ ആ ഒരു പ്രൈസ് പാക്കേജസ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ സിറ്റി ഇത്രയും കളി തോറ്റിട്ടും 6ാമതുണ്ട്. അത് നമ്മളെ ഹാഫ് ഡേ ആയിട്ടുള്ളൂ, പകുതി ആയിട്ടുള്ളൂ. സിറ്റി എപ്പോഴും അവസാനം കയറി വരാറ്. ഇപ്പൊ പോയിന്റ് നോക്കുകയാണെങ്കിൽ 12 പോയിന്റ് വ്യത്യാസമുണ്ട്. ലിവർപൂളിന് ഒരു കളി കുറവുണ്ട്. പക്ഷെ പ്രീമിയർ ലീഗ് ആയതുകൊണ്ട് 2-3 തോൽക്കാൻ ഇത്ര പാടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഒരു പാടുമില്ല. എന്റെ ടീം തിരിച്ച് ലീഗ് അടിക്കാൻ ചാൻസസ് ഉണ്ട്. ഞാനിപ്പോഴും പറയണ് ആഴ്സണൽ കപ്പടിക്കും. 6ാം സ്ഥാനത്ത് ലീഗ് അടിക്കാൻ മറ്റേ സാധനം എന്താ പറയാ, ഈ ഒളിച്ച് പുറകെ വരില്ല, അങ്ങനെയാ അവസാനം കൊണ്ട് കളയും ചെയ്യും. പക്ഷെ എനിക്കെന്തോ ഇപ്പോഴും ലിവർപൂൾ അടിക്കൂലെന്നൊരു ഉറപ്പ് കിട്ടാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല. എനിക്ക് കപ്പടിക്കുന്നേക്കാൾ കൂടുതൽ സല പോകുന്നതിനെ കുറിച്ചാണ്. സല കഴിഞ്ഞ കളിയും കൂടി പറഞ്ഞു ഒരു ഉറപ്പില്ല നിൽക്കുമെന്ന്, ഒരു കോൺട്രാക്ട് ഓഫറും വന്നിട്ടില്ല എന്ന്. എന്നിട്ട് ലിവർപൂൾ ഫാൻസ് യുണൈറ്റഡ് ആയിട്ടുള്ള കളിയിൽ മറ്റേ ബോർഡിങ് ചാൻഡ് വെച്ച് കോൺട്രാക്ട് കൊടുക്കാൻ നിങ്ങൾ എന്ത് നോക്കിയാ നിക്കണേന്ന്. സലക്ക് കോൺട്രാക്ട് കൊടുത്തില്ലെങ്കിൽ പിന്നെ ആർക്ക് കോൺട്രാക്ട് കൊടുക്കാനാണ്? ഇപ്പോ സലന കോൺട്രാക്ട് കൊടുത്തില്ല എന്ന് വിചാരിക്കും. ഒരു സെക്കൻഡ് പറയട്ടെ, ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആണ്, മിക്കവർക്കും അറിഞ്ഞൂടാ. ക്ലോപ്പിന്റെ സമയത്ത് സലക്ക് ക്ലോപ്പിന്റെ റീപ്ലേസ്മെന്റിനൊക്കെ ഉണ്ട്, ആ ഒരു റൈറ്റ് വിങ്ങി കളിക്കാനായിട്ട്. ആരാന്നറിയോ?
ഇപ്പത്തെ ഒരു ഗോട്ടാണ്. ആന്റണി ആയിരിക്കും. ഭാഗ്യം. ആന്റണി ലോണിൽ പോയേക്കല്ലേ ഇപ്പൊ? ഇല്ലില്ല, യുണൈറ്റഡിൽ തന്നെ ഉണ്ട്. ലോണിൽ പോയിട്ടില്ല, ലോൺ ഓഫറുകൾ പഞ്ഞുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ആന്റണി ആയിട്ട് ലിവർപൂൾ. ചിലപ്പോ ഒരു പക്ഷെ അയാക്സി കളിച്ച കളി ഉണ്ടായിരുന്നെങ്കിലോ. എനിവേസ് പറഞ്ഞാണ്. അപ്പൊ നീ പറ സല പോണാണ് നിന്റെ വിഷമം. അല്ല ഇത്രയും ജെറാർഡ് പോയതിനു ശേഷം പിന്നെ ലിവർപൂളിന്റെ ഒരു ലെജൻഡ് സലയുടെ ഈ പറഞ്ഞ ലിവർപൂൾ എടുത്തു കഴിഞ്ഞാൽ ടോറസ്, ജെറാർഡ്, സ്വാറസ്, സല, വാൻഡൈക്ക്. ജെറാർഡ് റിട്ടയറിന് ശേഷം പിന്നെ അത്ര കാലത്തെ കളി എടുത്ത മെയിൻ ആള്. അല്ല ഇപ്പൊ നമ്മ ഇത്രയും പേരെ പറഞ്ഞു, ടോറസിനെ പറഞ്ഞു, സ്വാറസിനെ പറഞ്ഞു, ജെറാർഡിനെ പറഞ്ഞു. ജെറാർഡ് അത്രയും കൊല്ലം കളിച്ചതുകൊണ്ടായിരിക്കും ഒരു പടി മുകളിൽ. പക്ഷേ ഇമ്പാക്ട് ഉണ്ടാക്കിയത് ആരാ? ട്രോഫി നേടിക്കൊടുത്താലെന്ന് വെച്ചാൽ സല തന്നെയാണ്. ഞാൻ പറയണ ഈ സല ഈ പറഞ്ഞ ഇതിന്റെ ഏറ്റവും അടിയിലായിരിക്കില്ല, ഒരു ടോപ്പ് 3 ഈ പറഞ്ഞ ടോപ്പ് 3 പറഞ്ഞൊരു അൺഡൗട്ടഡ്ലി അതൊരു ഡൗട്ടും ഇല്ല. ഈ ലിസ്റ്റ് ചെയ്ത പ്ലെയറിൽ ടോപ്പ് 3 ഉണ്ടാവും. ഈ ലിസ്റ്റ് ചെയ്ത പ്ലെയറിന് ഞാൻ പറയണേ 1 എന്ന് പറയുള്ളൂ. ജെറാർഡിനേക്കാളും മുകളിലുള്ള സ്ഥലം തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ലിവർപൂളിൽ അത്രക്കും വലിയൊരു എന്തായാലും പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ ലിവർപൂൾ എന്തായാലും കോൺട്രാക്ട് പുതുക്കണ ലക്ഷണം കാണുന്നില്ല. സോ ലിവർപൂൾ ഒരു പുതിയൊരു ആ ഒരു മൂടാണ് പിടിക്കണം. കാരണം അലിസൺ പോവും അടുത്ത സീസൺ. പുതിയ ഗോൾ കീപ്പറിനെ സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രായമായവരാണ് ആ ഒരു കൺസിഡറേഷൻ. ഓൾറെഡി ലോഡ് ഫോർവേഡ്സ് ഉണ്ട് ഈ പറഞ്ഞ പോലെ. പക്ഷെ പ്രായം 32 വയസ്സൊക്കെ ഒരു പ്രായമാണ്. പിന്നെ 3-4 കൊല്ലം കൂടി കളിക്കുക, പീക്കിലും കൂടിയാണ് ഇപ്പോ. ഈ പറഞ്ഞ ക്രിസ്ത്യാനോ മെസ്സിയൊക്കെ 32 വയസ്സിലായിരുന്നു പീക്കിൽ നിന്ന്. ലെവൻഡോസ്കി വരെ, ബെൻസിമ എത്രാം വയസ്സിലെ ബാലൻ ഡി ഓർ അടിച്ച്. അതൊക്കെ വെച്ച് ആലോചിച്ച് നോക്കുമ്പോ കളയേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തില്ല. ലിവർപൂള് ഇത് പുതുക്കണല്ലോ വിചാരിക്കും. സോ ഈ കാണുന്ന ടീമുകളെല്ലാം സ്ഥലങ്ങളുടെ കോൺട്രാക്ടിന് വേണ്ടി നിൽക്കണായിരിക്കും. ഞാൻ ഇപ്പൊ കേസ് പറയാം. ഇപ്പൊ റയൽ മാഡ്രിഡ് പോകൂല സ്ഥലക്ക് വേണ്ടി, ബാഴ്സലോണ പോകൂല, ബേജസ് താങ്ങാത്തോണ്ട്. സല റയൽ പോയില്ല. പിന്നെ സ്ഥലക്ക് ഒരു ഇത്ര വേജ് ഉണ്ട്. ആ വേജ് താങ്ങണ ക്ലബ് എന്ന് പറഞ്ഞാൽ ചെൽസി, യുണൈറ്റഡ്, ലിവർപൂളോട്ട് എന്തായാലും സ്ഥലം വേറൊരു പ്രീമിയർ ലീഗ് ക്ലബ്ബിൽ പോകൂല. അപ്പോ ജർമ്മനി എടുത്തു കഴിഞ്ഞാൽ ബയണൊന്നും താങ്ങൂല. കറങ്ങി തിരിഞ്ഞ് ചുരുക്കി കൂട്ടി വന്ന ഒറ്റ ക്ലബ്ബേ ഉള്ളൂ, PSG. വേറെ ഏതുള്ള നീ പറ. AC മിലാൻ, ഇന്റർ മിലാൻ അങ്ങനെ ക്ലബ്ബുകൾക്ക് സലയുടെ ബേജ് താങ്ങൂലടാ. പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾക്ക് സലയുടെ ബേജ് താങ്ങൂല. പിന്നുള്ള റയലാണ്, PSG ആണ്. ബാഴ്സ പോയി കിടക്കണേണ്. ഫ്രീ ഏജന്റ് ആയിട്ട് വന്നാലും രജിസ്റ്റർ ചെയ്യണ്ടേ? ആ ഒരു ഫാക്ടർ വരുമ്പോൾ പിന്നുള്ള സൗദിയാണ്. അത് പിന്നെ സൗദി അത്രക്കും വലിയ ഓഫർ വല്ലതും വച്ച് അതും പറയാൻ പറ്റൂല. കാരണം ഇപ്പോൾ അൽ ഹിലാൽ ടീം എടുത്തു കഴിഞ്ഞാൽ നെയ്മർ മോണാണ്. അപ്പൊ അവിടെ ഒരു ഐക്കോണിക് പ്ലെയറിനെ അവർക്ക് വേണം. ക്രിസ്ത്യാനോടെ കോൺട്രാക്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ക്രിസ്ത്യാനോ അൽ ഹിലാലിൽ പോകുന്നും പറയാനുണ്ട്. അതൊന്നും പറയാം. കാരണം സൗദി തന്നെ മെയിൻ 4 ടീമുകളുണ്ടല്ലോ, അതും ഒറ്റ ഓണറിനേതുകൊണ്ട്. പിന്നെ അൽ ഹിലാലിന്റെ കോച്ചിന് ക്രിസ്ത്യാനോ ഭയങ്കര ഇഷ്ടമാണ്, പോർച്ചുഗീസുകാരനെ തന്നെയാണ്. പിന്നെ വേറെ റൂമർ ഉണ്ട്, ക്രിസ്ത്യാനോ ടു സിറ്റി. ഞാൻ കണ്ടത്, ഞാനിപ്പോ വന്നൊഴി ആശിക്കിനെ കാണിച്ചു കൊടുത്തു. പക്ഷെ അതൊന്നും പറയാൻ പറ്റില്ല. യുണൈറ്റഡ് അത്ര ആട്ടി ഇറക്കി വിട്ടിട്ട് ഒരു വന്നിട്ടെങ്ങാനും പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാ നിങ്ങളെ മറ്റേ റൊണാൾഡോയുടെ അച്ഛൻ സമ്മതിക്കൂല. അല്ല, ഫെർഗസനെ പുറത്താക്കിയല്ല പിന്നെ. അപ്പോ പറഞ്ഞ പോലെ. പക്ഷെ എനിക്ക് തോന്നല അങ്ങനെ സിറ്റിയിലോട്ട് ഇനി വരുമെന്ന്. ഇനി യൂറോപ്പിലോട്ട് ഒരു കംബാക്ക് ഉണ്ടെങ്കിൽ അത് സ്പോർട്ടിംഗ് ലിസ്ബണിലോട്ടായിരിക്കുമല്ലോ, റിട്ടയർമെന്റിന് വേണ്ടി. അല്ലാണ്ട് എങ്ങാനും വന്നു കഴിഞ്ഞാ മോനെ എന്തിലോട്ട്, സിറ്റിയിലോട്ടോ. പക്ഷെ എനിക്ക് ആഗ്രഹമില്ല യുണൈറ്റഡിൽ കണ്ട്. യുണൈറ്റഡിൽ തന്നെ തിരിച്ചാണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും. അല്ല എടാ, കപ്പടിക്കണ്ട. അല്ല, അത് ടെൻ ഹാഗ് ആയിരുന്നു അപമാനിച്ചു വിട്ട്. അല്ലാണ്ട് പ്ലെയേഴ്സ് ആയിക്കോട്ടെ, ഫാൻസ് ആയിക്കോട്ടെ, എല്ലാവരും ക്രിസ്ത്യാനോനെ സപ്പോർട്ട് ചെയ്തേക്കണം. ഇതിനു മുമ്പ് റിട്ടയർ ആയി പോയ മറ്റേ റോയ്ക്കീൻ ആയിക്കോട്ടെ, ഫെർഡിനാഡ് ആയിക്കോട്ടെ, സ്കോൾസ് ആയിക്കോട്ടെ, എല്ലാവരും ക്രിസ്ത്യാനോനെ സപ്പോർട്ട് ചെയ്തേക്കണം. ഒരാൾ ഇതിൽ പറഞ്ഞിട്ടില്ല. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനോയുടെ ഇന്റർവ്യൂവിന് ശേഷം ക്രിസ്ത്യാനോ ക്ലബ് വിട്ട് പോയപ്പോൾ റോയ്ക്കീൻ പറഞ്ഞ ഡയലോഗ് ഉണ്ട്, ഈ കുറച്ചു കൊല്ലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെൻ ഹാഗിനെ എല്ലാവരും മറക്കും, പക്ഷെ ക്രിസ്ത്യാനോനെ ആരും മറക്കൂല. അന്ന് ഈ വാക്കുകൾ നിങ്ങൾ ഓർക്കും ക്രിസ്ത്യാനോ പറഞ്ഞത്. ഉള്ളത് തന്നെയല്ലേ ഇപ്പൊ നടന്നേ. ടെൻ ഹാഗ് പോയി, ക്രിസ്ത്യാനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാം ശരിയുമായി. അതാ വേറെ കേസ്. അപ്പോ മാനേജ്മെന്റിന്റെ അകത്ത പ്രശ്നം തന്നെയാണ്. യുണൈറ്റഡിന്റെ കേസ് പറയാനുണ്ട്. ഞാൻ പറയാം, ഫെർഗസന് ശേഷം ഡേവിഡ് മോയിസ്, ഒലെ, മൊറീനിയോ, ടെൻ ഹാഗ്, അതിന്റെ ഇടയിൽ മറ്റേ
മറ്റേ കോച്ചസ് റാഗ്നറിക്ക്, അതേപോലെ തന്നെ മൈക്കൽ ക്യാരിക്ക്, ഇപ്പോ വാൻഡർവാട്ട്, വാനോസ്ട്രോയ്. അപ്പോ അങ്ങനെ പല പല കോച്ചസ് ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ നമുക്കൊരു ഇത് തോന്നിയത് മൊറീനോനെയായിരുന്നു. പിന്നെ ഒലയുടെ കീഴിലും അത്യാവശ്യം നല്ല ഫുട്ബോൾ തന്നെയായിരുന്നു. ടെൻ ഹാഗ് വന്ന സമയം മലമറിക്കുമെന്നാണ് വിചാരിച്ച്. ഇത്രയും കോച്ചസ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മോശം സീസൺ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ റൂബൻ അമോറിന്റെയാണ് അൺഡൗട്ടഡ്ലി. പക്ഷേ ഇപ്പോൾ എല്ലാ ക്ലബ്ബുകൾക്കും ഒരു പാറ്റേൺ ഉണ്ടാവും. ബാഴ്സലോണക്ക് ടിക്കറ്റാക്കുക, റയലിന് കൗണ്ടർ. യുണൈറ്റഡ് ആണെങ്കിൽ ആ ഒരു ഫെർഗസന്റെ സമയം തൊട്ടുള്ള ആ ഒരു 4-3-3. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒലെ, മൊറീനോ, ടെൻ ഹാഗ് ഇവരെല്ലാം 4-3-3 ഫോർമേഷൻ. യുണൈറ്റഡ് വർഷങ്ങളായിട്ട് ആ ഒരു ഫോർമേഷനിൽ കളിക്കുന്നതാണ്. ആ ഒരു സംഭവത്തിന് റൂബൻ അമോറം പൊളിച്ചടക്കണയാണ്. പുതിയൊരു അടിത്തറ കെട്ടണയാണ് 3-4-3 എന്ന് പറഞ്ഞ 3-4-2-1 എന്ന് പറഞ്ഞ ഫോർമേഷൻ. അപ്പോൾ ആ ഒരു ഫോർമേഷനിലോട്ട് യുണൈറ്റഡ് ഒന്ന് സ്യൂട്ടായിട്ട് വരാൻ ടൈം എടുക്കും. ആ ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയണ ഉറപ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ എഴുതി വെച്ചോ, ഫെർഗസന് ശേഷം ഏറ്റവും സക്സസ്ഫുൾ ആവാൻ പോണ കോച്ച് റൂബൻ അമോർ ആയിരിക്കും അൺഡൗട്ടഡ്ലി. റൂബൻ അമോറിന്റെ കീഴിൽ ഇനി സക്സസ്ഫുൾ ആയില്ലെങ്കിൽ ഫെർഗസൺ ചിലപ്പോൾ തിരിച്ചു വരേണ്ടി വരും. എനിക്ക് തോന്നണില്ല. പോർച്ചുഗീസ് ആയതുകൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പോർച്ചുഗീസിനും യുണൈറ്റഡിനും എപ്പോഴും അത്യാവശ്യം നല്ല ഇടുന്നുണ്ടായിട്ടുണ്ട്. ക്രിസ്ത്യാനോ എടുത്തോ ടോപ്പായിരുന്നു, നാനി എടുത്തോ ടോപ്പായിരുന്നു. ബ്രൂണോ വന്ന സമയത്ത് എന്തായിരുന്നു, തീപ്പൊരിയായിരുന്നു. ശരിയാണ്. അപ്പോ കണക്ഷൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. പക്ഷേ എല്ലാത്തിലുപരി റൂബൻ അമോറത്തിന്റെ സ്പോർട്ടിംഗ് ലിസ്ബണിലെ കളികൾ കണ്ടു കഴിഞ്ഞാൽ എന്തിന് ലിവർപൂൾ ആയിട്ടുള്ള കളി ആരെങ്കിലും വിചാരിച്ച ആ ഒരു, കാരണം അത്രയും മോശമായിട്ട് അത്രയും കളികൾ കളിച്ചു വന്നിട്ട് ലിവർപൂൾ ആയിട്ട് ആ കളി യുണൈറ്റഡ് ജയിക്കേണ്ട കളിയായിരുന്നു. അത് ഹാരി മഗ്വയർ അങ്ങനെ അത് അടിച്ചിട്ട് ജയിച്ചെങ്കിൽ. പക്ഷെ ഹാരി മഗ്വയറിന്റെ കേസ്, ഹാരി മഗ്വയർ എന്ന് പറഞ്ഞ പ്ലെയറിന് കിട്ടിയ ക്രിറ്റിസിസവും ഡൗൺ ഗ്രേഡും ആ ഒരു ബൂവും തെറിവിളിയും അതേപോലത്തെ ഒരു പ്ലെയർ ഈ പറഞ്ഞ നമ്മുടെ ഈ ഡെക്കേഡിൽ ഉണ്ടാവില്ല. എന്നിട്ടും പുള്ളിക്കാരൻ ഇതൊന്നും വകവെക്കാണ്ട് മൈൻഡ് ചെയ്യാണ്ട് ഒറ്റക്ക് തിരിച്ചു വന്ന് ഇപ്പൊ ആ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി കളിക്കണേൽ യുണൈറ്റഡിന്റെ ബെസ്റ്റ് ഡിഫൻഡർ ആരാന്ന് വെച്ചാൽ ഹാരി മഗ്വയർ എന്ന് പറയുള്ളൂ. ആ ലിവർപൂൾ ആയിട്ടുള്ള കളി തന്നെ ഹാരി മഗ്വയറിനെ ഞാൻ സമ്മതിച്ചു. സത്യം പറഞ്ഞ പുള്ളിക്കാരൻ എന്താ പറയാ, വാഗുണ്ടല്ല കളിച്ചുകൊണ്ട് കാലുകൊണ്ടാണ് റിപ്ലൈ കൊടുക്കുന്നത്. നോ ഹൈറ്റ് ഓൺലി ലവ്, അത്രയും പറയാനുള്ളൂ. പ്യൂർ എന്താ പറയാ 100% റെസ്പെക്ട് ഹാരി മഗ്വയർ. ആയിക്കോട്ടെ. ഇനിയിപ്പോ പ്രീമിയർ ലീഗ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. പ്രീമിയർ ലീഗ് ഞാൻ വേറെ ന്യൂസ് ആയിട്ടായിരുന്നു. ലിവർപൂളിന്റെ എന്താണ് എലോൺ മസ്ക് മേടിക്കാൻ പോണെന്ന് മസ്കിന്റെ ഫാമിലിയില് ആൾക്കാർ അവിടെ ഉണ്ടെന്ന്. അത് ലിവർപൂളില് എലോൺ മസ്കിന്റെ കാര്യങ്ങളാണ്. നമ്മുടെ എലോൺ മസ്കിന്റെ കാര്യങ്ങൾ ഫാമിലി മീറ്റ്സ് ഒക്കെ ലിവർപൂളിലുണ്ട്. പിന്നെ എലോൺ മസ്കിന്റെ കൊച്ചിന് ലിവർപൂളില് താല്പര്യമുണ്ട് ടീം സൈൻ ചെയ്യാൻ. ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി. യുണൈറ്റഡിന്റെ ഖത്തറിലെ ഒരു രാജാവുണ്ട്, രാജാവിന്റെ ഒരു കസിൻ. അവിടുത്തെ ആർക്ക് യുണൈറ്റഡ് ഇഷ്ടമായിരുന്നു, യുണൈറ്റഡിന്റെ മക്കൾക്കും യുണൈറ്റഡിന് ഇഷ്ടമായിരുന്നു. പുള്ളിക്കാരൻ അങ്ങനെ മേടിക്കാൻ വന്ന് 5 ബില്യൺ ടേബിളിൽ വെച്ച്. അപ്പോൾ ഉമർക്ക് അഹങ്കാരം 7 ബില്യൺ വേണമെന്ന്. അങ്ങനെ റിജക്റ്റ് ആയി പോയതാണ്. അല്ലെങ്കിൽ ഖത്തർ പോയി മേടിച്ചെങ്കിൽ യുണൈറ്റഡ് ഇപ്പോൾ എവിടെ എത്തിയേനെ? ആ ക്ലബ്ബ് മൊത്തം അത് ക്ലബിന്റെ കടങ്ങൾ ഫുള്ളായിട്ട് തീർത്തിട്ട് ഇത്രയും കാശ് കൊടുക്കാന്ന് പറഞ്ഞാണ്. അത് കുറച്ചാൾ കൂടി 3-4 കൊല്ലം അതിനുള്ള ഒന്നേക്കെന്തല്ലേ. ക്രിസ്ത്യാനോനേക്കാളും മുമ്പായിട്ട് അങ്ങനെ സംഭവമായിരുന്നു. പക്ഷേ അത് അവർ കൊടുക്കാണ്ടാണ് ഇപ്പോൾ ഈ ന്യൂസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിന് ഒരു വിഹിതം കൊടുത്തു. 25% 20 ഷെയർ വിറ്റ്. അതുകൊണ്ട് ഇപ്പോൾ ഗ്ലേസേഴ്സ് എന്താ പറയാ ഫുട്ബോളിംഗ് ഡിസിഷൻസിലില്ല. ഫുട്ബോളിംഗ് ഡിസിഷൻസ് മൊത്തം ഈ സർ ജിം എന്താണ് റാഡ്ക്ലിഫ് പേര് ഓർക്കണേട്ടാ, പുള്ളിക്കാരൻ്റെ കീഴിലാണ് ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഫുട്ബോളിംഗ് ഡിസിഷൻസ് നടത്തണം. പുള്ളിക്കാരനാണ് ഫെർഗസന്റെ സാലറി കട്ട് ചെയ്തത്, ടണലി വരൽ നിർത്തിയത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞേക്കണം. ഇപ്പോൾ റിസൾട്ട് ഉണ്ടായാൽ മതി, അല്ലാണ്ട് ഇപ്പൊ എന്തോ പറയാനാ. എനിക്കെന്തോ യുണൈറ്റഡിന്റെ ബാഡ്ജിന്റെ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു. ബാഡ്ജിന്റെ പ്രശ്നം ഹെഡ് ചെകുത്താൻ വെച്ചിട്ടാണ്. അപ്പൊ ഇത്ര നാൾ അടിച്ചപ്പോ ചെകുത്താന്നുണ്ടായിരുന്നില്ലേ? ചിലപ്പോ ഇനി പോയ വേറെ വല്ല കൂടോത്ര വെച്ചിട്ടാണെങ്കിൽ ആരെങ്കിലും ആർക്കറിയാം. ഇരുട്ടായിക്കൊണ്ടിരിക്കുന്നു. ഇനി പറഞ്ഞ പോലെ പ്രീമിയർ ലീഗിൽ നിന്ന് മാറി ലീഗയിലോട്ട് പോയാലോ. ലീഗ സാവി ഓർ ഹാൻസി ഫ്ലിക്ക് 100%. പക്ഷേ ഇപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതാണ്, കഴിഞ്ഞ സീസൺ എടുത്തോ, കഴിഞ്ഞ സീസൺ ലാ ലീഗ ടേബിൾ ഇത്രയും മാച്ചസ് എടുത്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ റയൽ 48 പോയിന്റ്, ജിറോണ 48 പോയിന്റ്, ബാഴ്സലോണ 41 പോയിന്റ്, അത്ലറ്റിക്കോ 38 പോയിന്റ്. ഈ സീസൺ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ റയൽ 41, അത്ലറ്റിക്കോ 38, ബാഴ്സലോണ 35. അങ്ങനെയല്ലേ? പറഞ്ഞിട്ട് തെറ്റുണ്ടോ? നമുക്ക് ക്ലിയർ ആക്കാം. ഒരു മണ്ടത്തരം പറയണ്ടല്ലോ. ബാഴ്സലോണ കറക്റ്റ് ആണ്. റയലും 43. അപ്പൊ എന്താ പറയാ കഴിഞ്ഞ മുമ്പത്തെ സീസൺ എടുത്ത് കഴിഞ്ഞാൽ റയൽ 48, ജിറോണ 48, ബാഴ്സലോണ 41, അത്ലറ്റിക്കോ 38. ഈ സീസൺ എടുത്തു കഴിഞ്ഞാൽ റയൽ 43, അത്ലറ്റിക്കോ 41, ബാഴ്സലോണ 38 എന്ന് പറഞ്ഞാൽ
കഴിഞ്ഞ സീസണേക്കാളും 3 പോയിന്റ് കുറവ് ബാഴ്സലോണക്കും, റയലിനാണെങ്കിൽ 5 പോയിന്റ് കുറവും. പക്ഷേ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബാഴ്സലോണ ഫാൻസ് അവകാശപ്പെട്ടത് വർഷങ്ങൾക്ക് ശേഷമുള്ള അവരുടെ ഏറ്റവും ബെസ്റ്റ് സ്റ്റാർട്ട് ഓഫ് ദ ക്യാമ്പയിൻ, ബെസ്റ്റ് സീസൺ അങ്ങനെ തന്നെ ഇരുന്ന് ഇല്ല എന്ന് പറയണില്ല. പക്ഷെ പകുതിക്ക് വെച്ച് എന്ത് സംഭവിച്ചു? പകുതിക്ക് വെച്ച് എന്ത് സംഭവിച്ചതിനേക്കാൾ പകരം ഞാൻ ഒരു കാര്യം പറയാം. തോറ്റേക്കുന്നത് ചെറിയ ടീംസൊക്കെ ആയിട്ടാ, ജയിച്ചേക്കുന്നത് ബിഗ് മാച്ചസ് ജയിച്ചിട്ടുണ്ട്, റയലായിട്ട് ജയിച്ചിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ ബയണായിട്ട് ജയിച്ചു, പിന്നെ ഒരു ടീം കൂടെ ഉണ്ടായി. അതായത് ബിഗ് മാച്ചസ് ജയിക്കുന്നുണ്ട്, പക്ഷെ ഈ ചെറിയ കളിയിലാണ് പ്രശ്നം പറ്റുന്നത്. നീ നേരത്തെ ചോദിച്ചിട്ട് സാവി ഒരു ഫ്ലിക്ക് എന്ന് ചോദിച്ചാൽ ഓഫ്കോഴ്സ് ഞാൻ ഫ്ലിക്ക് തന്നെ പറയുള്ളൂ. പക്ഷെ സാവി നിങ്ങൾക്ക് കപ്പടിച്ചു തന്നില്ലേ? കപ്പടിച്ചു തന്നു, ഒരു കപ്പ് എത്ര? ഇത് എടാ സീസൺ തീരട്ടെ, പകുതി സീസണിൽ കപ്പടിക്കാന്ന് വെച്ചാൽ കളിക്കട്ടെ. ഈ പറഞ്ഞ പോയിന്റ് 5 പോയിന്റ് വ്യത്യാസമുണ്ട്. റയലിലും ബാഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ലറ്റിക്കോ അത്യാവശ്യം നല്ല ഫോമിൽ തന്നെ കളിക്കുമ്പോൾ കിടിലം ഫോമാണ്. റയലിന് ഇനി കളി അത്ലറ്റിക്കോ ആയിട്ടുണ്ട്, ബാഴ്സ ആയിട്ടുണ്ട്. ആ രണ്ട് നമ്മളിപ്പോ റയലിന്റെ ഡൗൺഫോളാണ് നോക്കാൻ പോകുള്ളൂ. അവിടെ 3 കളി 2 തോറ്റ് 6 പോയിന്റ് പോയി. അവിടുത്തെ ബാഴ്സക്ക് വേണമെങ്കിൽ കേറാം. പക്ഷേ ഇപ്പൊ എന്താ പറയാ, മറ്റേ ആട്ടിൻകുട്ടികളെ തമ്മിലടിപ്പിച്ച് ചോര ഓടിക്കാൻ നോക്കണ ചെന്നായി എന്ന് പറയൂലേ, അത്ലറ്റിക്കോയുടെ സീൻ അതായിരിക്കും. അത്ലറ്റിക്കോ ആ സീൻ. കാരണം എല്ലാവരും റയലും ബാഴ്സ പറഞ്ഞ് ഫോക്കസ് ചെയ്യുമ്പോ ഉള്ളിൽ ഇപ്പൊ ബെസ്റ്റ് ഓൺ ഫോം ടീം അത്ലറ്റിക്കോ ആണ്. പിന്നുള്ള കേസ് എന്ന് പറഞ്ഞാൽ റയലിന് ഈ പറഞ്ഞ പോലെ റയൽ ചാമ്പ്യൻഷിപ്പിൽ ഒന്നും കൂടി പൊന്തി വരാനായിരിക്കും ഒന്നും കൂടി പ്രിഫറൻസ് കൊടുക്കുക എനിക്ക് തോന്നുന്നത് പേഴ്സണലി. ഏതെങ്കിലും കോമ്പറ്റീഷൻ ഔട്ടായാലും ലാലിഗയിലോട്ട് ഫോക്കസ് വരുള്ളൂ. ബാഴ്സലോണ എല്ലാത്തിലും ഒരേപോലെ കൊടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അത്ലറ്റിക്കോ ആയിക്കോട്ടെ ഫുൾ ഫോക്കസ് എൻ്റെ ഇതിൽ ലാലിഗ തന്നെ എനിക്ക് കൊടുക്കണം. സിമിയോണി സൈനിങ്സ് നടത്തിയ സമയം നമ്മൾ ക്രിറ്റിസിസം ചെയ്ത്, ആൽവർസ് കളിക്കണില്ല, മറ്റേ കാലഗർ കളിക്കണില്ല, സോർലാൻഡ് ഈ പറഞ്ഞ പോലെ. പക്ഷേ പക്ക സൈനിങ്സ് ആ സിമിയോണി എന്താ പറയാ, പണി അറിഞ്ഞിട്ടാ പണി നടത്തിയേക്കണത് സിമിയോണി. പക്ഷെ സിമിയോണി മാറും എന്ന് പറയുന്നുണ്ട് പുതിയ കോച്ചായിട്ട്. അത്ലറ്റിക്കോയില് ഇത്രയും വർഷങ്ങളായിട്ട്. പക്ഷെ ഇപ്പൊ ബാഴ്സലോണയില് വർഷങ്ങളായിട്ട് ഗോർഡിയോള ഉണ്ട്, പകരം വേറെ കോച്ചസ് വന്ന്. പക്ഷെ ഇപ്പൊ പുതിയ വരാൻ പോണ കോച്ച് അത്ലറ്റിക്കോയുടെ ഒരു പഴയ പ്ലെയർ തന്നെയാണ്. പണ്ട് ഇത് ഇങ്ങനെ ഇരുന്നു, പക്ഷെ ഇപ്പൊ ഇങ്ങനെയാണ്. ഫെർണാണ്ടോ ടോറസ് ഒരു പറയണ ഫെർണാണ്ടോ ടോറസ് ബി ടീമിന്റെ കോച്ചാണല്ലോ. ഫെർണാണ്ടോ ടോറസ് ഇപ്പൊ ഒരുമാതിരി ജോൺസീനെ പോലെ നിൽക്കുന്നുണ്ട്. സീസൺ കഴിയുമ്പോ എന്തായിരിക്കും അവസ്ഥ എന്ത് തോന്നണ്? എന്റെ മുടി പോകും തോന്നുന്നുണ്ട്. ഇല്ല, അത്ലറ്റിക്കോ അടിച്ച് കഴിഞ്ഞാൽ പോകൂല. എനിക്കും പേടിയുണ്ട്. ഇവന് ഇത്രയും വളർത്തിയിട്ട് ഇതിന് വെട്ടി ഇവൻ എന്തായാലും കുറച്ചാൾ അതിനെ വെട്ടാൻ നിൽക്കണായിരുന്നു. എന്റെ വളർന്ന് വന്നുള്ളൂ. ബസ്കട്ട് പക്ഷെ ചെറിയ ബെറ്റാന്ന് ഞാൻ പറയുള്ളൂ. എന്നാ മുട്ട അടിക്കും. ഇല്ല, കളറേ ശരി, ഓപ്പോസിറ്റ് ടീമിന്റെ കളർ വാർസ പർപ്പിള് വെള്ളയും മഞ്ഞ. ശരി, അത്ലറ്റിക്കോ ജയിച്ചാ നീ ചൊമ്പ നീല അടിക്കോ? അത്ലറ്റിക്കോ ഒന്നല്ല, ചെൽസി കപ്പടിച്ചില്ലെങ്കിൽ നീ നീല കളർ അടിക്കും കൂടി. ചെൽസി അപ്പടിക്കൊന്നുമില്ല. അടുത്ത സീസൺ ആവട്ടെ, നമുക്ക് നോക്കാം. 20 കളി കഴിഞ്ഞു, ഇനി 18 കളി. 20 ഇനി 19 കളി. ഈ പറഞ്ഞ പോലെ എന്റെ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് മാച്ചസ് പറയുമ്പോ റയല് ഊക്കോന്നും, നിന്റെ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ മാച്ചസ് വരുമ്പോ ബാഴ്സലോണ ഇതാക്കോന്നാണ്. സീസൺ പോണോടത്തോളം കാണാം ഓപ്പോസിറ്റ്. പക്ഷേ എനിക്ക് ഇപ്പൊ ഒരു പ്രതീക്ഷ ഉണ്ട്. കാരണം സീസൺ തുടങ്ങിയ സമയം ബെല്ലിംഗ്ഹാം ഫോമിലായിരുന്നില്ല, എംബാപ്പെ സെറ്റ് ആയിട്ടുണ്ടായില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, എംബാപ്പെ സെറ്റായി, ബെല്ലിംഗ്ഹാം സെറ്റായി, ഡിഫൻസ് സെറ്റായി വന്നുകൊണ്ടിരിക്കണം. ഇഞ്ചറീസും കഴിഞ്ഞ പ്ലേയേഴ്സ് തിരിച്ചു വന്നുകൊണ്ടിരിക്കണം. സോ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പേടിച്ചോ, നീ പേടിച്ചോ, മുടി വെട്ടിക്കോ കാണാ. പക്ഷെ എന്നാലും കോൺഫിഡന്റ് ഞങ്ങളുടെ ടീം തിരിച്ചു വരുമെന്നുള്ളു. വരാണ്ട് എവിടെ പോവാൻ അല്ലേ? 2018 സീസൺ 19 സീസൺ കഴിഞ്ഞപ്പോ മെസ്സി മറ്റേ പുതിയ ടീം അനൗൺസ് ചെയ്യൂല എല്ലാവരും സ്കോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോ സ്റ്റേഡിയത്തിൽ വെച്ച്. അപ്പോൾ ഒരു ഐക്കോണിക് സാധനം അടിച്ചേർന്നു. 11 കൊല്ലത്തിൽ 8 ചാമ്പ്യൻസ് കപ്പ് ലീഗ ടൈറ്റില്. അത് അതിന്റെ വാല്യൂ എന്താന്നുള്ള ഇപ്പൊ മനസ്സിലാവൂല, കുറച്ച് കിട്ടാണ്ടാകുമ്പോ മനസ്സിലാവുന്നു. ഇപ്പൊ കറക്റ്റാ സാധനം എല്ലാവരുടെ അവസ്ഥ. 11 കൊല്ലത്തില് 8 ലീഗ് ടൈറ്റിൽ എന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല. അത് ലോകത്തിലെ ഏറ്റവും വലിയ ടീം എന്ന് പറഞ്ഞ റയൽ കളിക്കുന്ന ലീഗില്. അതെ അതെ, അതും ചാമ്പ്യൻസ് ലീഗ് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ 1 2 3 4 5 ബാഴ്സലോണ നല്ല ലാസ്റ്റ് വെച്ചാൽ 2015 10 കൊല്ലത്തിലൊരു ചാമ്പ്യൻസ് ലീഗ് വലിയ സംഭവമാണ്. അന്ന് 15ാമത്തെ കപ്പടിച്ചതിന് ശേഷം ചാമ്പ്യൻസ് ലീഗ് വിൽ കം ബാക്ക് ടു ക്യാമ്പ് നൗ.
അത് പറഞ്ഞിട്ട് ഒറ്റക്ക് നിന്ന് കളിച്ച് സെമി ഫൈനൽ അവിടെ പോയി എത്തിച്ച, പക്ഷെ കാര്യം ഉണ്ടായില്ല, തോറ്റ്. എടാ അങ്ങനെ പറഞ്ഞ് ജയിപ്പിക്കാനും വേണം ഒരു കോൺഫിഡൻസ്. അതെ മതി മതി നിർത്തി. ഇനിയില്ലെങ്കിൽ പിന്നെ കൊണവർന്നു പോവാൻ നിൽക്കണ്ട. കൊതുകടി കൊതുകടിക്കുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.